ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. അതായത് ആ തൃശ്ശൂർ ആ മണ്ണുത്തി പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് വെറും 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ബസ് റൂട്ടാണ്, തൊട്ടടുത്തൊക്കെ ബസ്സുകൾ ധാരാളം പോകുന്ന ഒരു ഏരിയ. നല്ലൊരു അടിപൊളി വീടാണ്. 4,100 സെൻറ്റ് സ്ഥലത്ത് 1,750 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നമുക്ക് കാണാം ധാരാളം ടെക്സ്ചർ വർക്കുകളും, വാം ലൈറ്റുകൾ, കളർ പെയിൻറ്റിങ്, നല്ലൊരു എലിവേഷനോട് കൂടി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ മുൻവശത്തും നല്ല വീതി കൂടിയ, അതായത് ഒരു 5 മീറ്ററോളം വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ ആട്ടോ. അതുപോലെ ഈ സൈഡും 2 സൈഡും ടാറിംഗ് റോഡ് തന്നെയാണ്. അതുപോലെ ധാരാളം വീടുകളുള്ള ഒരു വില്ലയാണ്. 12ഓളം വീടുകളുള്ള ഒരു വില്ലയാണ്. എല്ലാം പുതിയ വീടുകളാണ്. ഇനി 3 വീടുകൾ മാത്രമാണ് ഇവിടെ ഓൾറെഡി സെയിൽ ആവാനുള്ളത്. ബാക്കി എല്ലാ വീടുകളും ഓൾറെഡി സെയിലായിട്ടുള്ളതാണ്. വീടിൻ്റെ മുൻവശത്തായിട്ട് നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് തുറന്നിട്ടുള്ളതാണ്. വീതി കൂടിയ സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കി നമുക്ക് ഇന്നോവ പോലെ വലിയൊരു വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിനകത്തായിട്ട് തന്നെയുണ്ട്. അതുപോലെ ടൈലിൻ്റെ ഈ പൊഴിവ് വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ അത് പോളിഷ് ചെയ്ത്, കാരണം ഈ ടൈലൊന്നും പോളിഷ് ചെയ്തിട്ടില്ല. അതൊക്കെ നല്ല ഭംഗിയിൽ മനോഹരമാക്കിയിട്ടാണ് വീട് കൈമാറുക. ഇതൊക്കെ ടെക്സ്ചർ വർക്കാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്ന ഒരു വർക്കാണ് ഈ ഭാഗത്ത് കാണുന്ന ടെക്സ്ചർ വർക്ക് എന്ന് പറയും. കളർ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് 3-4 കൊല്ലം കഴിഞ്ഞ് വേണമെങ്കിൽ കളർ എപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ധാരാളം വർക്കുകളുണ്ട് ഫ്രണ്ട് എലിവേഷനിൽ തന്നെ നമുക്ക് കാണാം. വീതി കൂടിയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓപ്പൺ സിറ്റ് ഔട്ട്. അതുപോലെ ഉപയോഗിച്ചിരുന്ന മരങ്ങളെല്ലാം തന്നെ തേക്ക് വുഡിലാണ്. ഡബിൾ പാളി ഡോറോട് കൂടിയാണ് നമ്മൾ ലിവിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു മാർബിളിൻ്റെ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈലിട്ടാ. ഹോൾസെയിലിംഗ് വർക്ക് ധാരാളം ചെയ്തിട്ടുണ്ട്. BLDC റിമോട്ട് കൺട്രോൾ ഫാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഹാളിൽ തന്നെ 2 ഫാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. BLDC എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോൾ ഫാനാണ്. അധികം കറണ്ട് ബില്ലൊന്നും വരാത്ത ഇപ്പോഴത്തെ ട്രെൻഡ് ഫാനാണ്. നല്ലൊരു അടിപൊളി TV യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയ LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴെയായിട്ടൊരു സ്പേസ് വെറുതെ കമ്പ്യൂട്ടറിനോ എന്തിനുമായിട്ട് ഉപയോഗിക്കാവുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഹാളിൻ്റെ ഒരു സൈഡ് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം, ഫസ്റ്റത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ആ മാർബിളിൻ്റെ ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ടൈല്. 2x4 സൈസാണ് ഇവിടെ ടൈലിൻ്റെ വീതി. അപ്പോക്സിൽ കൂടിയിട്ടാണ് 12x12 ഇവിടെ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിലും ധാരാളം നല്ല കളർ പെയിൻറ്റോട് കൂടിയുള്ള ഹോൾ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ LED ബൾബുകളും ഇവിടെയും BLDC റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല ഒരു വെറൈറ്റി ഡിസൈനിലാണ് വാൾഡ്രോപ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും നമുക്ക് കാണാം ഒരു ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി. ഒരു സൈഡിൽ മിററൊക്കെ ആയിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ കണ്ട നല്ലൊരു രസത്തിലാണ് വാൾഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വീതി കൂടി ടൈൽ തന്നെയാണ് വാൾ ടൈൽ കൊടുത്തിരിക്കുന്നത്. അത് അപ്പോക്സിൽ കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഹീറ്റിനുള്ള പോയിൻ്റൊക്കെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയയും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിംഗ് ഹാളിൽ ഒരു ആർച്ചോട് കൂടിയിട്ട് നല്ലൊരു കണ്ട 2 സൈഡിലൊരു LED ബൾബ് ഒക്കെ ഒരു ട്യൂബ് മാതിരിയുള്ള അത് കത്തുന്ന കേട്ടോ. അത് റിമോട്ടാണ്. ആർച്ചോട് കൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയും അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചുവൻ്റെ ഒരു സൈഡ് ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്ത് നല്ല മനോഹരമായ അല്ല അത് എന്ത് രസത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഹോൾ സീലിംഗ് വർക്ക്. ഇവിടെയും BLDC റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ക്രോക്കറി യൂണിറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കിൻ്റെ കളറൊക്കെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് കേട്ടോ. ഈ വർക്കുകളൊക്കെ
ഒരു സൈഡിലായിട്ടാണ് വാഷേരിയ കൊടുത്തിരിക്കുന്നത്. അടിയിൽ കബോർഡൊക്കെ ആയിട്ട്, അതുപോലെ മുകൾ വശത്ത് LED ബൾബൊക്കെ ആയിട്ട് ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട് വീടിനകത്ത്. നമുക്ക് നേരിട്ട് വന്ന് കണ്ടാലാണ് അതിനൊരു കൂടുതൽ ഒരു ഇത് വരിക. രണ്ടാമത്തെ ബെഡ്റൂം ഇതൊരു 10x10 ബെഡ്റൂമിൻ്റെ സൈസായി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് ഒക്കെ നല്ല വെറൈറ്റി രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരേ മോഡലല്ല, കളർ പെയിൻറ്റിങ്ങും. ഇവിടെയും BLDC തന്നെയാണ് റിമോട്ട് കൺട്രോളോട് കൂടിയിട്ടുള്ള ഫാൻ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ മോഡലാണ് വാൾ ഡ്രോപ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കണ്ട ആ വുഡ്, ആ വൈറ്റ് ഷെയ്ഡ് വേറെ രീതിയിലാണ്. അതുപോലെ 4 ബെഡ്റൂമിനൊക്കെ സെപ്പറേറ്റ് രീതിയിലാണ് തന്നെയാണ് ഇവിടെ വാൾ ഡ്രോപ്സ് ഡ്രസ് യൂണിറ്റോടുകൂടി ചെയ്തിട്ടിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. തെക്ക് വടക്ക് രീതിയിലാണ് ക്ലോസറ്റുകൾ സാധാരണ വയ്ക്കാറ്. കിഴക്ക് പടിഞ്ഞാറ് ആരും വയ്ക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. വാസ്തുവിധി പ്രകാരം തന്നെയാണ് വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിൽ നിന്ന് സെർവ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഹോൾസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതും LED ബൾബുകളൊക്കെ കൂടിയിട്ട് നല്ല മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. സെർവ് ചെയ്യുന്ന ഭാഗമായിട്ട് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. അതേ യൂണിറ്റിൽ തന്നെയാണ് ഇവിടെയും ആ ഫ്ലോർ ടൈല് എത്തിയിട്ടുള്ളത്. താഴേക്ക് LED ബൾബ് ധാരാളം ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ട്രിപ്പുമാരി നല്ല അറ്റം വരെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് സ്വിച്ചാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി. അവിടെ കിഴക്കോട്ട് ദർശനമായിട്ട് അതിൻ്റെ ചിമ്മിനി അതിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കിച്ചണിൽ. അതുപോലെ ചുറ്റുഭാഗവും ടൈലും കൊടുത്തിട്ടുണ്ട്. അതിൽ മുകൾ വശത്തും കബോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതുണ്ട്. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് BLDC തന്നെയാണ്. കിച്ചണിലും ഹോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. വീതി കൂടി ഗ്രാനൈറ്റ് തന്നെയാണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിൽ കിടക്കുന്ന ഭാഗമാണ്. ഇവിടെ ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പിലൊക്കെ കൊടുത്തിട്ട് ഇവിടെയും മുകൾ വശത്തും സൈഡിലൊക്കെ ടൈല് ചെയ്തിട്ടുണ്ട്. ചെളിയാവാത്ത വിധത്തിലൊക്കെ ധാരാളം കബോർഡ് വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റി ഡോറും സേഫ്റ്റി ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകം അപ്പുറത്തുനിന്ന് മോസ്കിറ്റോ നെറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കൊതുകൊന്നും കിടക്കാത്ത വിധത്തിൽ വല്ലതും അരിച്ച് കയറാത്ത വിധത്തിൽ എല്ലാ ഭാഗങ്ങളും അടച്ചുറപ്പ് ചെയ്തിട്ടുള്ളതാണ്. പുറത്തൊരു സൈഡിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അലക്കുകല്ല് ഒരു മൂലയിൽ ബേബി മെറ്റലൊക്കെ ബാക്കി ഭാഗങ്ങളിൽ വിരിച്ചിട്ടുണ്ട്. ചുമരിലേക്ക് ചെളിയൊന്നും തെറിക്കില്ല. ഇതെല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ ആ ബേബി മെറ്റലൊന്ന് മാറ്റി നമുക്ക് തെയ്യലൊക്കെ ഇവിടെ വെക്കാവുന്നതല്ലോ. ഈ ഭാഗത്ത് ടൈല് വിരിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വീടുകളിലെ ബാക്കാണ് കാണുന്നത് കേട്ടോ. കുറേ വീടുകളുണ്ട്. ഓപ്പൺ വെല്ലാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും ഈ ഭാഗത്തൊന്നും വെള്ളം കയറിയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ മണ്ണുത്തി ഈ പരിസരങ്ങളിലൊന്നും വെള്ളം കയറിയിട്ടില്ല. ഗ്യാസിൻ്റെ സിലിണ്ടർ വയ്ക്കാൻ പുറത്തേക്കാണ് അതിൻ്റെ കേസ് കൊടുത്തിരിക്കുന്നത്. 4 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. അത് തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9.5 കിലോമീറ്റർ ദൂരമുള്ളൂ. എപ്പോഴും ബസ്സുകൾ പോകുന്ന ഒരു ഏരിയ. അതുപോലെ മണ്ണുത്തി ആ സെൻറ്റർ ഉണ്ട്, ആ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം. അവിടെ നിന്ന് 3.5 കിലോമീറ്റർ ഉള്ളോട്ടാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ നമുക്ക് വീട്ടിലിരുന്ന ബസ്സുകൾ പോകുന്നതൊക്കെ കാണാൻ പറ്റും. അത്ര അടുത്ത് തന്നെയാണ്. വാസ്തു വിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ ആധുനിക രീതിയിലുള്ള എല്ലാ മെത്തേഡുകളും ഈ വീട്ടിലിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 66 ലക്ഷം രൂപയാണ്. കോണി കയറി വരുന്ന ഈ ഭാഗത്ത് കണ്ട ആ ചുമരിലെല്ലാം ഒരു പ്രത്യേക ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. പോളിഷ് ചെയ്തിട്ടുള്ളൊരു പാനലിംഗ് ആണ്. വലിയൊരു ഹാള് തന്നെ കിട്ടിയിട്ടുണ്ട് മുകൾ വശത്ത്. നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും വിൻഡോസുകളും പറകോളയൊക്കെ ഇട്ടിട്ട് നല്ല ഹാങ്ങിങ് ബൾബൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നേരിട്ട് വന്ന് കണ്ടാലാണ് ഏറ്റവും കൂടുതൽ മനോഹരമായ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. മുകൾ വശത്തും ഇവിടെ BLDC റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ധാരാളം ഹാങ്ങിങ് ബൾബൊക്കെ മുകളിൽ കൊടുത്ത് വീടിന് കൂടുതൽ ഭംഗി കൂട്ടിയിട്ടുണ്ട്. എല്ലാം നല്ല ഗ്യാരണ്ടിയുള്ള ബൾബുകളും ഫാനുകളും എല്ലാം നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകൾ വശത്തെ ബെഡ്റൂമാട്ടത്, 3ാമത്തെ ബെഡ്റൂം. നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 12-14 സൈസ് ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂമിൻ്റെ അളവ്.
ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലൊക്കെ വിൻഡോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മുകൾ വശത്ത് കണ്ടത് ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് നല്ല കളർ പെയിൻറ്റിങ് ചെയ്തിട്ടാണ് ഹോൾ സീലിംഗ് വർക്ക്. അവരുടെ ഉള്ളിൽ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള LED ബൾബും കൊടുത്തിട്ടുണ്ട്. BLDC തന്നെയാണ് ഇവിടെ ഫാൻ റിമോട്ട് കൺട്രോളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും സെപ്പറേറ്റ് റിമോട്ടൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോൾസെയിൽ ഇത് കാണാം, നമുക്ക് അലമാരി വർക്കുകൾ കാണാം. വാൾടോപ്സ് ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് മിററോട് കൂടിയിട്ട് ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഡ്രസ്സിംഗ് യൂണിറ്റിനോട് സൈഡിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബാത്റൂം ഫിറ്റിങ്സിലൊക്കെ നല്ല ഗ്യാരണ്ടി കൂടിയ ഫിറ്റിങ്സാണ്. 10 കൊല്ലത്തോളൊക്കെ ഗ്യാരണ്ടിയുള്ള അതിൻ്റെ കാർഡും തുണ്ടുകളൊക്കെ കൂടി ബില്ലുകളൊക്കെ ഉണ്ട്. എല്ലാം ഹീറ്ററിനുള്ള പോയിന്റ്, അവിടെ സോളാറിൻ്റെ പൈപ്പ് മുകൾ വശത്ത് വരെ നിൽക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഹാങ്ങിങ് ബൾബും കളർ പെയിൻറ്റിങ്ങും ഒക്കെ വീടിന് നല്ലൊരു ഭംഗി കൂട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂം ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു 14-12 സൈസ് ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ബെഡ്റൂമൊക്കെ വളരെ ചെറുതുപോലെ തോന്നും. അത് ക്യാമറ പിടിക്കുന്നതിൻ്റെ ഒരു ഇതാട്ടോ. ചില ആളുകൾ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ 2200 സ്ക്വയർ ഫീറ്റിൽ എന്താണ് ഇത്ര വരുന്നത് നമുക്ക് നേരിട്ട്, അതായത് ഇതിന് നമുക്ക് അപ്രൂവ്ഡ് പ്ലാനിൽ ഈ സ്ക്വയർ ഫീറ്റ് കറക്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വെറുതെ വീഡിയോയിൽ വന്ന് പറയണതല്ല. കറക്റ്റ് അപ്രൂവ്ഡ് പ്ലാനിൽ നമുക്ക് ആവശ്യമായ സ്ക്വയർ ഫീറ്റ് കറക്റ്റ് ആയിട്ടുണ്ടാവും. 4ാമത്തെ ബെഡ്റൂമിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാൾടോപ്സ് കാണാം. എല്ലാ വാൾടോപ്സും വെറൈറ്റി ഡിസൈൻ സെപ്പറേറ്റ് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇവിടെയും BLDC തന്നെയാണ് ഫാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വാഷ് ഏരിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വെറൈറ്റി സെപ്പറേറ്റ് വാൾട്ടയിലും കൊടുത്തിട്ടുണ്ട്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ വീട് വാങ്ങുവാനോ നിങ്ങളുടെ ബന്ധക്കാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മുകൾ വശത്തെ ഒരു ബാൽക്കണിയാണ്, ഓപ്പൺ ബാൽക്കണി. ഇവിടെയും റിമോട്ട് കൺട്രോൾ ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4,100 സെൻറ്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റും. വർക്ക് നടക്കുന്ന വീടുകളുണ്ട്, വർക്ക് കഴിഞ്ഞ് ഫിനിഷ്ഡ് ആയിട്ടുള്ള വീടുകളുണ്ട്. ഇനി 2-3 വീടുകളാണ് ആകെ ഓൾറെഡി ഈ വില്ലയിൽ കൊടുക്കാനുള്ളൂ. ബാക്കി എല്ലാ വീടുകളിലും ഓൾറെഡി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ, എല്ലാം നല്ല ജോലിക്കാർ താമസിക്കുന്ന ചാണ്ടിയുടെ ഒരു ഏരിയ തന്നെയാണെന്ന് പറയാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. ബാക്കിലത്തെ ഒരു ഓപ്പൺ ടെറസാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ ഓപ്പൺ ടെറസും ടൈല് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈല് വിരിച്ചിട്ട് കാണാം. ഒരു വുഡ് ഡിസൈനിലെ ടൈലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്തൊക്കെ നല്ല ഫുള്ളായിട്ടും നമ്മൾ ട്രസ് ചെയ്തിട്ടുണ്ട്. മെഷ് അടിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ സൈഡ് നമുക്ക് ബാക്കി വരുന്ന ഓപ്പൺ ഭാഗം മെഷ് അടിച്ച് തരുന്നതായിരിക്കും. ഫുള്ളായിട്ടും ട്രസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ പാത്തിയൊക്കെ വെച്ച് വെള്ളം പോകാനുള്ള പാത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. താഴേക്ക് വെള്ളം കുത്തി വീഴാത്ത വിധത്തിൽ ഇറങ്ങും. ഏറ്റവും ടോപ്പിലേക്ക് കയറുന്ന സ്റ്റയർ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തേക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റൊക്കെ ഇവിടെ വാഷ് ഏരിയയും എല്ലാം തന്നെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.